ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോപ്പാണ് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണേ. വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ ഈ സോപ്പിൻ്റെ മോൾഡും പിന്നെ ഒരു 1/2 കിലോ പിന്നെ മറ്റേ സോപ്പിൻ്റെ ബേസ് ഉണ്ടല്ലോ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ച് ഉണ്ടാക്കാനൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞാനങ്ങനെ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വലിയ ഓവർ പതയോ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിവേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽക്ക് പിന്നെ ചേർക്കുന്നത് കറ്റാർ വാഴയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്, അധികം ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു ഇതാണ് കിട്ടിയത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി ഒന്ന് അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലിസറിനാണ് കുറച്ച് ഒഴിച്ചത്. അതുപോലെ തന്നെ ഒരു നനവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതിന് പകരമാണ് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ല പോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത്രത്തോളം ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കിലോ സോപ്പ് ബേസ് ആണെന്നുണ്ടെങ്കിൽ 500 ഗ്രാം ആണല്ലോ. അപ്പോൾ അതിലേക്ക് 50 മില്ലിയാണ് കേട്ടോ ഈ ജ്യൂസ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ 1 കിലോ ആണെന്നുണ്ടെങ്കിൽ 100 മില്ലി അങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ 100 ഗ്രാം സോപ്പ് ബേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മില്ലിയാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് എടുക്കേണ്ടത്. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കണക്ക്. ഇനി സോപ്പ് ബേസ് ഒന്ന് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ നമ്മളിത് ഉരുക്കിയെടുക്കാൻ പോണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് ചൂടായി വന്നാൽ വേറൊരു പാത്രത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലാവണം കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, അധികം പണിയൊന്നുമില്ല. ഒരു 10 മിനിറ്റും വേണ്ടെന്ന് തോന്നുന്നു. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് ആയിക്കിട്ടും. അതിൻ്റെ ഇടയിലൊന്ന് ഞാൻ ഒരു ഇർക്കിൾ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സോപ്പ് ബേസൊക്കെ അലിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് സോപ്പിൻ്റെ മോൾഡിലൊന്ന് വെളിച്ചെണ്ണ തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോന്ന് കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പോകുന്നൊരു മോൾഡാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഞാനിങ്ങനെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് അതിലൊഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് വിട്ടു പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോപ്പ് ബേസൊക്കെ അലിഞ്ഞ് വരുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ സോപ്പ് ബേസിലേക്ക് നമുക്ക് എടുത്തു വെച്ച ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്ര തന്നെ ഉള്ളൂ, ചൂടാറാനൊന്നും നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഈ മോൾഡിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ കാണുന്ന പദം നമുക്കിങ്ങനെ ടീസ്പൂൺ കൊണ്ട് വേണമെങ്കിൽ എടുത്ത് മാറ്റാം കേട്ടോ, കാണാൻ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല, സത്യം പറഞ്ഞാൽ അത് മറന്നു പോയിട്ടോ. ഇങ്ങനെ അപ്പം തന്നെ നമുക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ടീസ്പൂണിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കോരി എടുത്ത് കഴിഞ്ഞാൽ അത് പോരും കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. കണ്ടില്ല, എല്ലാം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മോൾഡിലുള്ളതൊക്കെ ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കുറച്ച് നേരം നമ്മൾ പാത്രത്തിൽ വെച്ചത് കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോപ്പ് കാണാൻ വലിയ ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കെമിക്കലൊന്നും ഇല്ലാത്ത വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണമല്ലേ, അപ്പോൾ അതിന് എന്തായാലും ഒരു ഗുണം വേറെ തന്നെ ഉണ്ടാവും. പിന്നെ ഓവർ പതേ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല പതല്ല, എന്നാലും അത്യാവശ്യം പതയുന്നുണ്ടായിരുന്നു. സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കണക്ക് മറക്കാതെ പോയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 കിലോ സോപ്പ് ബേസ് ആണെന്നുണ്ടെങ്കിൽ 50 മില്ലി ആ ജ്യൂസ് എടുക്കുക, അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ വെള്ളമോ കാര്യങ്ങളൊന്നും നമ്മൾ കോരി ഒഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കട്ടായി കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.